അഴിഞ്ഞു വീണോ മുഖം മൂടികൾ എന്ന ചോദ്യത്തിന് അഴിഞ്ഞു വീണു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. രാജ്യത്തെ നിയമങ്ങൾ ഒന്നും ബാധകമാകാത്തൊരു തൊഴിൽ മേഖലയായി സിനിമാ മേഖല മാറുകയാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സെക്ഷൽ ഹരാസ്മെൻറ്റിന് കൃത്യമായ നടപടികൾ, തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമത്തിൽ എങ്ങനെയാണ് നടപടികൾ എടുക്കേണ്ടത് എന്നുള്ള നിയമ സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊന്നും ബാധകമാകാതെ ഈ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്മേൽ ചർച്ചയാണോ വേണ്ടത്, നടപടിയാണോ വേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഇന്നാണ് ഞെട്ടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ ഇന്നാണ് ഞെട്ടുന്നത്. പക്ഷേ സർക്കാരിന് ഞെട്ടാൻ 4.5 വർഷം മുമ്പേ ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ വിവരങ്ങൾ മുഴുവൻ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് കാണുന്ന 233 പേജുകൾക്കപ്പുറമുള്ള പേജുകൾ, പുറത്തേക്ക് വരാത്ത വ്യക്തിപരമായ വിവരങ്ങൾ അടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, ഡോക്യുമെൻ്ററി തെളിവുകൾ അടക്കം സർക്കാരിൻ്റെ പക്കലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടും അനങ്ങാതെ 4.5 വർഷം നിന്നു എന്നുള്ളത് വലിയ ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് തന്നെയാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ സിനിമാ മേഖലയിലെ നിരവധി പേർ ഇതിൽ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ആഷിഖ് അബു ഉപയോഗിച്ച വാക്കാണ് ഇതിൽ ഏറ്റവും ആപ്റ്റ് എന്ന് ഞാൻ കരുതുന്നു. മഞ്ഞളിപ്പാണ്. സിനിമാ മേഖലയിലെ താരങ്ങൾ എടുക്കുന്ന നിലപാട് അവർക്ക് വേദനിക്കുമോ എന്നുള്ളതിൽ സർക്കാരിനും ഒരു മഞ്ഞളിപ്പുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. എല്ലാ സമയത്തും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും സർക്കാരിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള ആഷിഖ് അബുവിനെ പോലുള്ളൊരു സിനിമാ സംവിധായകൻ അത് പറയണമെങ്കിൽ എന്താണ് ഈ അവസ്ഥ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിലെ ലൈംഗിക ചൂഷണം തൊട്ട് മനുഷ്യാവകാശ ലംഘനങ്ങളടക്കം നിരവധി വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആമുഖമായി നല്ല മനോഹരമായ വാചകങ്ങൾ കൊടുത്തു. അതിനുശേഷം പറയുന്നത് എങ്ങനെ ഇവരെ വിശ്വാസത്തിലെടുത്ത് ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ആദ്യമൊക്കെ എന്താണ് ഇവർ മിണ്ടാത്തത് എന്നുള്ളത് അത്ഭുതം തോന്നിയിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് എത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് മൊഴി നൽകാൻ എത്തുന്ന ഓരോരുത്തരും സംസാരിക്കുന്നത്. അങ്ങനെ ഭയപ്പാട് മാറ്റി അവർക്ക് പറയാവുന്ന ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ ഓരോ വരിയിലും എത്ര ഇടത്താണ് ഈ റിപ്പോർട്ടിലുള്ളത് സ്വകാര്യത സൂക്ഷിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ രഞ്ജിനി എന്ന നടിയുടെ ആശങ്കയൊക്കെ അസ്ഥാനത്താണ്. രഞ്ജിനി മൊഴി നൽകുന്ന ഘട്ടത്തിൽ പോലും ആ ഉറപ്പ് നൽകിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടും. നിങ്ങൾ ആർക്കെതിരെയാണോ പറയുന്നത് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരില്ല. ഇവർ ഡോക്യുമെൻ്ററി എവിഡൻസ് അടക്കം തെളിവുകൾ, ശബ്ദരേഖകൾ, വാട്സപ്പ് കോളുകൾ, ചിത്രങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. ഇതിന്മേലൊരു ഒരു വൃത്തിയാക്കൽ നടപടികളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന ഉറപ്പ് നൽകിയിട്ടാണ് ഓരോരുത്തരിൽ നിന്ന് മൊഴിയെടുത്തത്. ചില മൊഴിയെടുക്കലൊക്കെ 10 മണിക്കൂർ വരെ നീണ്ടു എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ മാസത്തിൽ 3-4 ദിവസം മാത്രമേ ഇവർക്ക് സിറ്റിംഗ് നടത്താൻ 3 പേർക്കും ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ആ മൊഴിയെടുപ്പ് നീണ്ടതിനെക്കുറിച്ച് കൂടി ഇതിലെ തുടക്കത്തിലെ പേജുകളിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഒരു സ്ത്രീകൾക്ക് സിനിമാ മേഖലയ്ക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അല്ലാത്തവർ വേണ്ട, അങ്ങനെ ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ പട്ടികയിലുള്ളവർക്ക് മാത്രം അവസരങ്ങൾ നൽകുന്നു. എതിർശബ്ദം ഉയർത്തുന്ന സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും വിഭജനമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും അവർ അപ്രഖ്യാപിത വിലക്ക് നേരിടുന്നു. പിന്നീട് തിരിച്ചു വരണമെങ്കിൽ നിയമവിരുദ്ധമായ നടപടികൾ, ചട്ടവിരുദ്ധമായ വിലക്കുകൾ വരുന്നു. അതിനുശേഷം തിരിച്ചെത്തണമെങ്കിൽ 20 ലക്ഷം അവിടെ പിഴയടയ്ക്കണമെന്നുള്ള ആവശ്യമുയരുന്നു. ഇങ്ങനെയൊക്കെ ചില നടന്മാർ അവിടെ മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നടന്മാർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ത്രീകളുടെ മാത്രം വിഷയമായിട്ട് കാണേണ്ടതില്ല. പക്ഷേ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വസ്ത്രം മാറാൻ സ്ഥലമില്ല, വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കണം, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, മൂത്രം പിടിച്ചു വെച്ച് മൂത്രാശയ രോഗങ്ങൾ വന്നവർ, ആർത്തവകാലത്ത് പാഡ് മാറ്റാൻ പോലും സാഹചര്യമില്ലാതെ മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വന്ന പലർക്കും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഈ സിനിമ കാണുമ്പോഴുള്ള അവസ്ഥയല്ല, സിനിമാ താരങ്ങളെ പുറമേ നിന്ന് കാണുന്ന അവസ്ഥയല്ല അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ICCകൾ രൂപീകരിക്കണമെന്നുള്ള ശക്തമായ ആവശ്യം വന്നതിന് ശേഷം അത് നടപ്പാകുന്നു. അതെങ്ങനെ നടപ്പാകുന്നു? ഇപ്പോൾ AMMA എന്ന് തന്നെ പറയണം. സിനിമാ മേഖലയിൽ താരങ്ങളുടെ സംഘടന, അമ്മയാണെങ്കിൽ ഇങ്ങനെയല്ല. AMMA എന്ന സംഘടന അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവിടെയും നിർബന്ധിത സാഹചര്യത്തിൽ ICC രൂപീകരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ്? ICCയിൽ ഒരു മൊഴി കൊടുത്താൽ ആ മൊഴി ഉടനെ വേട്ടക്കാർക്ക് ആ വിവരങ്ങൾ എത്തിക്കും. അതോടുകൂടി ആ പരാതി പറയുന്ന ആളുടെ സിനിമാ ജീവിതം അവിടെ അവസാനിക്കും. അതുകൊണ്ട് ICC പ്രായോഗികമല്ല എന്ന് രഞ്ജിനി എന്ന് പുറത്തു പറയുന്നുണ്ട്. ICC നടപ്പാക്കുകയില്ല ഇവിടെയെന്ന്. അത് അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം. അത് ഞാൻ യോജിക്കുന്നു രഞ്ജിനിയുടെ ആ നിലപാടിനോട്. പക്ഷേ
WCC എടുത്തിരിക്കുന്ന നിലപാട്, WCC എടുത്ത വിപ്ലവകരമായ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് റിപ്പോർട്ടും പറയുന്നുണ്ട്. അതെ, അപ്പോൾ WCC എന്ന സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാകുമായിരുന്നില്ല, ഈ കമ്മിറ്റിയിലേക്ക് ഇങ്ങനെ തുറന്നു പറയാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. WCC വന്നതോടുകൂടിയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകയും പ്രശ്നങ്ങൾ പറയാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തതെന്ന പല പേജുകളിലായിട്ട് WCCയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവരുടെ ഒരു പോരാട്ടം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് ഒന്നാം പിണറായി സർക്കാർ എടുത്ത നടപടികളെ ശ്ലാഘിക്കുന്നുണ്ട്. അതാരും ഇവിടെ മറന്നിട്ടില്ല. ഒരു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സർക്കാരിന് പോകാൻ കഴിഞ്ഞത് ആ സർക്കാരിൻ്റെ ആർജവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ പിന്നീട് ആ ആർജവം നഷ്ടപ്പെടുന്നതും പിന്നീട് അതിൽ വെള്ളം ചേർക്കുന്നതുമായുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ മന്ത്രി എത്ര തവണ ഇതിന്മേൽ നിയമനിർമ്മാണം നടത്തുമെന്ന് ഉറപ്പ് നൽകി? 2022 KK രമ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് കടക്കും എന്ന് അന്ന് മന്ത്രി പറയുന്നുണ്ട് 2022. ഇപ്പോൾ 2024 ആയിരിക്കുന്നു. എന്ത് നടപടികളിലേക്ക് കടന്നു? ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. അവിടെയാണ് ഈ മഞ്ഞളിപ്പ്. പ്രധാനപ്പെട്ട താരങ്ങൾ, ഈ പറയുന്ന പവർ ലോബി എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഹേമ കമ്മിറ്റി. ആ പവർ ലോബിയിൽ 15 പേരാണ്. ഈ 15 പേര് എന്ന് പറയുന്നതിൽ നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, താരങ്ങളുണ്ട്. ഇവർ നിശ്ചയിക്കും ആര് വളരണം, ആര് തളരണം, ആര് പുറത്തു പോകണമെന്ന്. അതിന് പല പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷെ അവർ നടന്നു വന്നപ്പോൾ ഒന്ന് കസേരയിൽ നിന്ന് എണിക്കാത്തതാകാം, ഒന്ന് ബഹുമാനത്തോടു കൂടി നോക്കാഞ്ഞതാവാം. അതോടുകൂടി ഇവൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന അത്ര ശക്തി ഈ സംവിധാനത്തുണ്ട്. ഈ പവർ ലോബിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കോൺക്ലേവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ കോൺക്ലേവിൽ ഈ പവർ ലോബിയെ മുൻവശത്തിരുത്തും. ഇന്ന് ദീദി ദാമോദരൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ കോൺക്ലേവിൻ്റെ കസേരകളുടെ ഇരിപ്പിടങ്ങളുടെ ചിത്രം എൻ്റെ മുന്നിലുണ്ട്. ആ ഇരിപ്പിടത്തിൽ ആദ്യ നിരയിലുണ്ടാവുക ഈ പീഡകരായിരിക്കും. ഈ പവർ ലോബിയായിരിക്കും ആദ്യ നിരയിലുണ്ടാവുക. ഇവർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്ത് തരം സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. നിയമനിർമ്മാണത്തിലേക്ക് അതിവേഗം കടക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന് മുന്നിലെ പോംവഴി. Meet the editors.